പറയുന്നത് ബാരൺ എന്ന് പറഞ്ഞ ഒരു സോഷ്യോളജിസ്റ്റാണ്. അദ്ദേഹം പറയുന്നത് എക്സ്പീരിയൻസ് ആണ് അല്ലേ, നമ്മുടെ ഇൻ്റലക്ച്വൽ തിങ്കിങ്ങും കൊഗ്നിറ്റീവ് പ്രോസസ്സും ഇൻ്റലക്ച്വൽ തിങ്കിങ്ങും നെക്സ്റ്റ് എക്സ്പീരിയൻസും എല്ലാം കൂടി അടങ്ങിയതാണ് എന്തെന്ന് പറയുന്നത് സൈക്കോളജി എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് സോഷ്യോളജി ആൻഡ് സൈക്കോളജി. ഓക്കെ, ദ പോസിബിൾ ഇൻ്റർലിങ്ക്. അത് എങ്ങനെയാണത് പോസിബിൾ ആയി ഇൻ്റർലിങ്ക് ആയത് എന്നാണ് നെക്സ്റ്റ് പറയുന്നത് നമ്മൾ. ദെൻ സോഷ്യോളജി ആൻഡ് സൈക്കോളജി ടുഗദർ ഫ്രം ദ കോർ ഓഫ് ദ സോഷ്യൽ സയൻസ്. അതായത് സാമൂഹിക ശാസ്ത്രം, സോഷ്യൽ സയൻസിൻ്റെ കോർ സബ്ജക്ട്സ് ആണ് എന്തെന്ന് പറയുന്നത് നമ്മുടെ സൈക്കോളജി ആൻഡ് സോഷ്യോളജി. ദെൻ റൈറ്റ് ഫ്രം ദെയർ interruption separate academic and discipline, sociology and psychology have studied different aspects of human life. ഇതാണ് നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കേണ്ട ഒരു പോയിന്റ്. അതായത് സോഷ്യോളജി ആൻഡ് സൈക്കോളജി ഹാവ് സ്റ്റഡി ഡിഫറെൻറ്റ് ആസ്പെക്ട്സ് ഓഫ് ഹ്യൂമൻ ലൈഫ്. നമ്മുടെ ജീവിതത്തിൻ്റെ പല ഘട്ടങ്ങളെ പറ്റിയും നമ്മുടെ പല വിഭാഗത്തിനെ പറ്റിയും ഒരുമിച്ച് പഠിക്കുന്നതാണ് എന്ത് സാമൂഹിക ശാസ്ത്രം എന്ന് പറയുന്നതും. അതായത് സോഷ്യോളജി ആൻഡ് സൈക്കോളജിന്ന് ഒരുമിച്ചൊരു ഡെഫിനിഷനാണ് ഇവിടെ കൊടുത്തത്. വൈൽ ദ സർവൈവൽ ഓഫ് ഹ്യൂമൻ ഡിപ്പെൻഡ്സ് അപ്പോൺ ദ ലേൺ ബിഹേവിയർ പാറ്റേൺ it involves genetically programmed directly with informed behavior in the particular person. അതായത് ഒരു വ്യക്തിയുടെ മാനസിക ചിന്തകളും അദ്ദേഹത്തിൻ്റെ പെരുമാറ്റവും അദ്ദേഹം സൊസൈറ്റിയിൽ ചെയ്യുന്ന കാര്യങ്ങളും, അപ്പോൾ സൊസൈറ്റിയിൽ ചെയ്യുന്ന കാര്യങ്ങളാണ് സോഷ്യോളജി ആയിട്ട് വരുന്നത്. അദ്ദേഹം ഇൻഡിവിജ്വൽ തിങ്ക് ചെയ്യുന്നത് മീൻസ് അദ്ദേഹം ചിന്തിക്കുന്നതാണ് സൈക്കോളജി ആയി വരുന്നത്. മനസ്സിലായി, രണ്ടും ഇൻ്റർ കണക്റ്റഡ് ആണെന്നാണ് പറയുന്നത്. ഒരു ഇൻഡിവിജ്വൽ തിങ്ക് ചെയ്യുമ്പോൾ അതെന്തായി മാറും, സൈക്കോളജി ആയി മാറും. അദ്ദേഹം തിങ്ക് ചെയ്ത് അത് എന്താണോ സൊസൈറ്റിക്ക് വേണ്ടി പ്രാക്ടിക്കലി ചെയ്യാൻ പോകുന്നത്, ദാറ്റ് ഈസ് സോഷ്യോളജി. ഓക്കെ, ദെൻ ഇറ്റ്സ് റിലേറ്റഡ് ഇൻ സൊസൈറ്റി. ദെൻ അദ്ദേഹത്തിൻ്റെ ഹിസ് തിങ്കിങ് ഈസ് റിലേറ്റഡ് ഇൻ സൈക്കോളജി. ദേ ആർ ഇൻ്റർ കണക്റ്റഡ് ആണ്. ഒരു വ്യക്തിയുടെ സൈക്കോളജിക്കൽ തിങ്കിങ്ങും അദ്ദേഹം പ്രാക്ടിക്കലി സൊസൈറ്റിക്ക് വേണ്ടി ചെയ്യാൻ പോകുന്ന സംഭവം സോഷ്യോളജി. അപ്പോൾ സോഷ്യോളജിയും സൈക്കോളജിയും എന്താണ്, ഇൻ്റർ കണക്റ്റഡ് ആണ് എന്നാണ് ഇതിൽ പറയുന്നത്. ഓക്കെ, ദെൻ നമുക്ക് നെക്സ്റ്റ് നമ്മുടെ പോയിന്റ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ള പോയിന്റ് definition given by different sociologists and their relation to economic. നമ്മൾ ഇത് സ്റ്റാർട്ട് ചെയ്യും, നമ്മുടെ സോഷ്യോളജി ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ മിസ് പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ സോഷ്യോളജി എക്കണോമിക്സ് ആയിട്ടും പൊളിറ്റിക്സ് ആയിട്ടും ദെൻ പല സബ്ജക്റ്റുകൾ അല്ലെ ജോഗ്രഫി, ദെൻ ബയോളജി, അങ്ങനെ പല നമ്മുടെ പൊളിറ്റിക്കൽ സയൻസ്, പിന്നെന്താ പറയുക സോഷ്യൽ സയൻസ്, അങ്ങനെ പല സബ്ജക്റ്റുകളായിട്ടും ഇൻ്റർ കണക്റ്റഡ് ആണ്, റിലേറ്റഡ് ആണ് നമ്മുടെ സോഷ്യൽ സയൻസ് എന്ന് പറയുന്നത് നമ്മുടെ സബ്ജക്റ്റ്. ഓക്കെ, ദെൻ കുറച്ചൊരു വ്യത്യാസം ഫിസിക്സും കെമിസ്ട്രി തുടങ്ങിയ വിഷയങ്ങളുമായിട്ട് കുറച്ചൊരു ഡിസ്റ്റൻസ് പാലിക്കേണ്ടി വന്നിട്ടുള്ളൂ നമ്മുടെ സബ്ജക്റ്റിന്. ദെൻ ഡെഫിനിഷൻ ഗിവൺ ബൈ ഡിഫറെൻറ്റ് സോഷ്യോളജിസ്റ്റ് ആൻഡ് ദെയർ റിലേഷൻ ഓഫ് എക്കണോമിക്സ്. ഓക്കെ, അപ്പോൾ അവരുടെ സാമ്പത്തികപരമായിട്ടുള്ള ഒരു ആസ്പെക്റ്റ് അല്ലെങ്കിൽ ഒരു ഘടകം എങ്ങനെയാണ് സോഷ്യോളജിയെ സ്വാധീനിച്ചതെന്ന് സോഷ്യോളജിസ്റ്റുകളുടെ അഭിപ്രായത്തിൽ നമുക്ക് നോക്കാം. ദെൻ മാക്സ് വെബർ, ഹീസ് എ ഫേമസ് സോഷ്യോളജിസ്റ്റ്, ദാറ്റ്സ് നെയിം ഈസ് മാക്സ് വെബർ. കാൾ മാർക്സിനെ പറ്റി നമ്മൾ ഇന്നലെ കഴിഞ്ഞു പോയ ക്ലാസ് നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു. കാൾ മാർക്സ്, റൂസോ, മൊണ്ടേസ്ക്യൂ, അതായത് ഫ്രഞ്ച് റവല്യൂഷൻ നമ്മൾ പറഞ്ഞു, ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ നമ്മൾ കഴിഞ്ഞ പാർട്ടിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു. ധാരാളം ആളുകളുടെ പേര് മിസ്സിങ്ങനെ പരാമർശിച്ച് പോകുന്നുണ്ട്. നിങ്ങളെല്ലാം നോട്ട് ചെയ്ത് വെക്കുക. നമ്മളിതിൻ്റെ നോട്ട്സ് നിങ്ങൾക്ക് അവൈലബിൾ ആക്കുന്നുണ്ട്, കറക്റ്റ് നോട്ട് തരും. നെക്സ്റ്റ് ഇപ്പോൾ നമ്മൾ ഡിസ്കസ് മാക്സ് വെബറിനെ പറ്റിയാണ്. അദ്ദേഹം ഡിഫൈൻ ചെയ്ത് ഡെഫിനിഷൻ ഓഫ് സോഷ്യോളജിസ്റ്റിൻ്റെ ഡിഫറെൻറ്റ് സോഷ്യോളജിസ്റ്റ് എന്നാണ് നമ്മളെ ഹെഡിങ് തന്നെ കൊടുക്കുന്നത്. ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സോഷ്യോളജിസ്റ്റാണ് മാക്സ് വെബർ. ഹിസ് ഡെഫിനിഷൻ വാസ് ദ സയൻസ് വിച്ച് അറ്റംപ്റ്റ്സ് ഇൻ interpretive understanding of social action in order hereby arrive in causal explanation and cause and effects. നമ്മൾ സൊസൈറ്റിയിൽ ചെയ്യുന്ന പ്രവൃത്തിയുടെ
പ്രത്യാഘാതവും കാരണങ്ങളും, എന്തെങ്കിലും ഒരു പ്രവൃത്തി നമ്മൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പ്രത്യാഘാതങ്ങളും കാരണങ്ങളും എന്താണോ അതാണ് എന്ത് സോഷ്യോളജി എന്നാണ് അദ്ദേഹം പറഞ്ഞത്. മിസ്സ് കഴിഞ്ഞ പാർട്ടി ക്ലാസ്സിൽ മിസ്സിന് ഒരു അനുഭവം മിസ്സ് പറഞ്ഞിരുന്നു. ഒരു ബസ്സിൽ വെച്ചൊരു അനുഭവം ഉണ്ടായിരുന്നു. പറഞ്ഞു മിസ്സ് കണ്ടക്ടറായി ടിക്കറ്റൊക്കെ എടുത്തു, അവിടെ എത്തി ആ ഒരു ഡ്രൈവർക്ക് മിസ്സ് അത് കൊടുത്തു. അദ്ദേഹത്തിൻ്റെ ബുദ്ധിമുട്ട് കൊണ്ടും അദ്ദേഹം സൊസൈറ്റിക്ക് വേണ്ടി നല്ലൊരു കാര്യമാണ് അദ്ദേഹം നല്ലൊരു ഗുഡ് തിങ് നന്മ ചെയ്തപ്പോൾ തിരിച്ചൊരു നന്മ ചെയ്തു എന്നുള്ളൂ. അത് വെച്ച് ആ ഒരു എക്സ്പീരിയൻസ് വെച്ച് നമ്മൾ ഇവിടെ നോക്കുമ്പോൾ കാൾ മാർക്സ് പറയുന്നത് കോസും അതിൻ്റെ മീൻസ് അതിനൊരു കാരണമുണ്ടാവും, അതിൻ്റെ എഫക്ട്സ് മീൻസ് അതിൻ്റെ ഫലങ്ങൾ അല്ലേ, ഒരു പ്രവൃത്തി ചെയ്യുമ്പോൾ അതിന് ഫലങ്ങൾ പോസിറ്റീവായിട്ട് സൊസൈറ്റിക്ക് കിട്ടണം, അതിനൊരു കാരണങ്ങൾ ഉണ്ടാവും. അപ്പോൾ മിസ്സ് ചെയ്ത ആ ഒരു മിസ്സിന് വന്ന ഒരു അനുഭവം വെച്ച് ഇവിടെ പറയുകയാണെങ്കിൽ ആ ഒരു കാരണം എന്താണെന്ന് വെച്ചാൽ അദ്ദേഹം ആ ഡ്രൈവർക്ക് സൊസൈറ്റിയോടുള്ള ഒരു മൂല്യം, സൊസൈറ്റിയോട് ആ ഡ്രൈവർക്ക് ചെയ്യാൻ തോന്നിയൊരു നന്മ, ആ നന്മയും തിരിച്ചൊരു നന്മ ചെയ്തതും അതാണ് അതിൻ്റെ ഒരു ഫലം. ആ ഡ്രൈവർ ചെയ്ത പ്രവൃത്തിൻ്റെ ആഫ്റ്റർ ഇഫക്റ്റാണ് ഞാൻ ചെയ്തൊരു തിരിച്ചൊരു നന്മ എന്നൊക്കെ പത്രങ്ങളിലൊക്കെ എഴുതി അതൊരു നന്മയായിട്ടാണ് നമ്മൾ ജനം കാണുന്നത്. നന്മയായ ഒരു പ്രവൃത്തിയാണെന്ന് പറഞ്ഞ് വളരെ സന്തോഷം. നെക്സ്റ്റ് മിസ് പറയാം അതാണ് ആ കോസും അതിനൊരു കാരണമുണ്ട്. കാരണം ജനങ്ങളോട് അല്ലെ സമൂഹത്തിനോട് അദ്ദേഹത്തിന് തോന്നിയൊരു വാല്യൂ ഓഫ് ലവ് എന്നൊക്കെ പറയില്ലേ, സൊസൈറ്റിയോട് തോന്നിയൊരു കടമ ഉത്തരവാദിത്വം, അതിൻ്റെ ആഫ്റ്റർ ഇഫക്റ്റാണ് മിസ് ചെയ്തത്. അപ്പോൾ ഒന്നൊന്നിനോട് കണക്റ്റഡ് ആണ്. അതൊരു കോസും അതിനൊരു എഫക്റ്റും അതിനൊരു ഫലവും ഉണ്ടാവും എന്നാണ് ആര് പറഞ്ഞത്, നമ്മുടെ കാൾ മാർക്സ്. പെട്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി എക്സ്പീരിയൻസ് വെച്ച് മിസ് പറയുന്നത് മാക്സ് വെബർ, കാൾ മാർക്സ് അല്ല മാക്സ് വെബർ ആണ് ഡിഫൈൻ ചെയ്തത്. Then next, then for example, revolution was due into the authorities and injustice faced by ordinary people and the poor economic welfare, and also due to the sprouting of their people about the notion of blaming of human for everything, injuries they suffered and not finding to problem reason for their given revolution. ഓക്കെ, അതിൽ അദ്ദേഹം പറയുന്നത് മാക്സ് വെബർ വീണ്ടും ഇത് സൊസൈറ്റിയിൽ നടക്കുന്ന റവല്യൂഷനെ പറ്റിയിട്ട് ഇതിൽ പരാമർശിക്കുന്നു. വിപ്ലവം, റവല്യൂഷൻ മീൻസ് അതായത് ഒരു വിപ്ലവം ഒരു സൊസൈറ്റിയിൽ ഉണ്ടാവണമെങ്കിൽ അടിച്ചമർത്തപ്പെട്ട ഒരു സൊസൈറ്റിക്ക് പെട്ടെന്ന് റിയാക്ട് ചെയ്യുന്ന സംഭവത്തിനെയാണ് വിപ്ലവങ്ങൾ എന്ന് പറയുന്നത്. അവരെ ബ്ലെയിം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു അധികാരവും ആ അധികാര വർഗത്തിനെ കൊണ്ട് താഴെ ഓർഡിനറി പീപ്പിൾ അനുഭവിക്കേണ്ടി വരുന്ന വിഷമങ്ങളും ആ ഒരു സിറ്റുവേഷനിലാണ് ഒരു പൊട്ടിത്തെറിയായിട്ട് വരുന്ന സംഭവത്തിനാണ് റവല്യൂഷൻ എന്ന് പറയുന്നത്. റവല്യൂഷൻ എന്താണ് നമ്മുടെ ഈ സോഷ്യോളജിസ്റ്റായ മാക്സ് വെബർ റവല്യൂഷനെ പറ്റി ഇവിടെ പറയുന്നു. ദസ് ഇൻജൂറി ടു സഫേർഡ് ആൻഡ് ടു ഫൈൻഡിങ് പ്രോബബിൾ റീസൺ ടു ദ സെയിം. ദസ് this given revolution was result of economic and behavioral sociological aspects, both are interconnected to each other, leading to common effect. Yes, അതൊരു കോമൺ ഇഫക്റ്റ് ആണ്. കാരണം ഒരു റവല്യൂഷന് ശേഷം ഉണ്ടാവുന്ന ആഫ്റ്റർ ഇഫക്റ്റ് എന്തായിരിക്കും? ഒരു പക്ഷേ ആ ഒരു അടിച്ചമർത്തപ്പെട്ട ജനങ്ങളുടെ സക്സസ് ആയിരിക്കും. അപ്പോൾ ഒരു കാര്യം കൊണ്ട് വേറൊരു കാര്യത്തിന് ഇന്റർ കണക്റ്റഡ് ആണെന്ന് പറയുന്നു. ബ്ലെയിം ചെയ്തിരിക്കുന്ന ഒരു സമൂഹത്തിനെ കുറ്റപ്പെടുത്തിക്കൊണ്ട് ഒരു അധികാരവർഗം നെക്സ്റ്റ് അവർ എന്ത് ചെയ്യുന്നു? റവല്യൂഷൻ ചെയ്യുന്നു. ആ റവല്യൂഷൻ എന്ത് ചെയ്യുന്നു? സക്സസ് ആവുന്നു. അത് ആഫ്റ്റർ ഇഫക്റ്റ് ആയിട്ട് ഒരു കാര്യത്തിനോട് ഇന്റർ കണക്റ്റഡ് ആണെന്നാണ് കാൾ മാർക്സ് പറയുന്നത്. ദെൻ മോറിസ് ഗിൻസ്ബർഗ് എന്ന് പറയുന്ന നമ്മുടെ വേറൊരു സോഷ്യോളജിസ്റ്റ് പേരാണ് മോറിസ് ഗിൻസ്ബർഗ്. ഡിഫൈൻ സോഷ്യോളജി ഇൻ ദ ഫോളോയിങ് വേ: ഇറ്റ് ഈസ് ദ ബ്രോഡസ്റ്റ് സെൻസ് സോഷ്യോളജി ഈസ് ദ സ്റ്റഡി ഓഫ് ഹ്യൂമൻ interactions and interrelations and consequences. Sociology is the study of human interactions. മനുഷ്യൻ്റെ അല്ലെങ്കിൽ നമ്മുടെ സമൂഹത്തിലുള്ള ജനങ്ങളുടെ സോഷ്യൽ ഇൻട്രാക്ഷൻസ് ആണ്. ഇൻട്രാക്ഷൻസ് മീൻസ് അവർ തമ്മിലുള്ള ഒരു ബന്ധങ്ങളും അവർ ചെയ്യുന്ന കൊടുക്കൽ വാങ്ങലുകൾ ആൻഡ് ഇൻ്റർ റിലേഷൻസ്, അതിൻ്റെ ഉള്ളിൽ അവർക്കുള്ള ഒരു മാനസിക ബന്ധങ്ങൾ, ഇൻ്റർ റിലേഷൻസ് ആൻഡ് കണ്ടീഷൻസ് ആൻഡ് കോൺസിക്വൻസസ്. കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ അവർ വെക്കുന്ന നിലപാടുകൾ, അവർ തമ്മിലുള്ള പെരുമാറ്റ രീതികൾ, അവർ തമ്മിലുള്ള ഒരു കണക്ഷൻ. റിലേഷൻ എന്ന ബന്ധം എന്നാണ് പറയുന്നത്. ദെൻ കോൺസിക്വൻസസ്, അതിൻ്റെ അനന്തര ഫലങ്ങളും ആ റിലേഷൻ കൊണ്ടുണ്ടാവുന്ന ഫലങ്ങളും മൊത്തത്തിൽ ഇൻക്ലൂഡഡ് ആണ് സോഷ്യോളജി എന്നാണ് ആര് പറഞ്ഞത്? മോറിസ് ഗിൻസ്ബർഗ്. മറന്നുപോകരുത്, മാക്സ് വെബർ, അഗസ്റ്റസ് കോംറ്റെ. ഇപ്പം പറഞ്ഞത് മോറിസ് ഗിൻസ്ബർഗ്, GINSBERG.
ഓക്കെ, സ്പെല്ലിംഗ് തെറ്റിപ്പോയത് ഗിൻസ്ബർഗ് എന്നാണ് നിങ്ങൾ നോട്ട് ചെയ്യേണ്ടത്. ദെൻ നെക്സ്റ്റ് പോയിന്റ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് കോമൺ ഇഷ്യൂ കൺസേണിങ് ബോത്ത് സോഷ്യോളജി ആൻഡ് എക്കണോമിക്സ്. സാമ്പത്തിക ശാസ്ത്രവും നമ്മുടെ സാമൂഹിക ശാസ്ത്രവും തമ്മിലുള്ള ഒരു ഇഷ്യൂസ് എങ്ങനെയാണ്, കോമൺ ഇഷ്യൂസ്, അവർ തമ്മിൽ പൊതുവായ ചില പ്രയാസങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നങ്ങളോ അങ്ങനെ എന്താണോ അതാണ് നമുക്ക് രണ്ടും കൂടി ഉൾക്കൊള്ളിച്ചുകൊണ്ട് നെക്സ്റ്റ് നമുക്ക് ചർച്ച ചെയ്യാനുള്ളത്. ഇതിൽ when we talk about unemployment and generally consider is an economic problem. However, which we took the roots of unemployment, one can see that is equally important for many social problems, and all the root of employment that is equally important is sociology as well. The eyes of sociologists, unemployment is social problem. Sociologists argue that social factors equally contribute to unemployment. Many of the pioneer sociologists who worked on social problems describe unemployment is a product of social factors such as degrading social status, a rapid growth of population, and drawback in educational system and geographical immobility. A few sociologists have also linked it with the personal factors that illness, disability, professional unfitness and lack of experience. അപ്പോൾ ഇതിൽ പറയുന്നത് എക്കണോമിക്സ് മീൻസ് സാമ്പത്തിക ശാസ്ത്രവും നമ്മുടെ സോഷ്യോളജിയും തമ്മിൽ എങ്ങനെയാണ് ഇഷ്യൂ വരുന്നത് അല്ലെ, ബോത്ത് കണക്ഷൻ വരുമ്പോൾ എന്ത് ഇഷ്യൂസാണ് വരുന്നത്. അതായത് ഇതിൽ എക്സാമ്പിൾ പറയുന്നത് അൺഎംപ്ലോയ്മെൻറ്റ്, തൊഴിലില്ലായ്മയെ പറ്റിയാണ് ഇതിൽ പറയുന്നത്. തൊഴിലില്ലായ്മ ഒരു സൊസൈറ്റിയിൽ തൊഴിലില്ലായ്മ വളരെ സാമ്പത്തിക പ്രശ്നങ്ങളാണ് സൃഷ്ടിക്കുന്നത്. അതുണ്ടാവാൻ കാരണം എന്താണെന്ന് ഇതിൽ പറയുന്നത്. തൊഴിലില്ലായ്മ ഉണ്ടാവാൻ എന്താണ് കാരണം? പേഴ്സണൽ ഫാക്ടേഴ്സ് ദാറ്റ് ഇൽനെസ്, ഡിസബിലിറ്റി, പ്രൊഫഷണലി അൺഫിറ്റ്, എല്ലാവരും അൺഫിറ്റാണ്, ഫിറ്റല്ല, അതൊരു കാരണമാണ്. നെക്സ്റ്റ് ഡിസബിലിറ്റി, അത് കഴിവില്ലായ്മ, എന്തെങ്കിലും ചെയ്യണം അല്ലെങ്കിൽ ക്രിയേറ്റിവിറ്റി ആയിട്ട് ചിന്തിക്കാതിരിക്കുന്നതോ അല്ലെങ്കിൽ എന്തെങ്കിലും പഠിക്കാൻ പറ്റാത്ത സാഹചര്യങ്ങളോ, അങ്ങനെ പല കാരണങ്ങളും എന്താവാം, ഒരു കഴിവില്ലായ്മ എന്ന് പറയാൻ ഒരു പേഴ്സണിന് അത് വളർന്നു വരാനുള്ള സാഹചര്യങ്ങൾ ഇല്ലാത്തത് കൊണ്ടാവാം. നെക്സ്റ്റ് ഇൽനെസ് ആവാം, രോഗങ്ങൾ കൊണ്ടാവാം അദ്ദേഹത്തിന് പഠിക്കാൻ പറ്റാതെ പോയത്, അദ്ദേഹത്തിന് ഗ്രാജുവേഷൻ നേടാൻ പറ്റാതെ പോയത്, അങ്ങനെ പല കാരണങ്ങൾ കൊണ്ടും നമ്മൾ എക്കണോമിക്കലി നമ്മൾ എന്താണ് ഇഷ്യൂസ് സൊസൈറ്റിയിൽ ഉണ്ട് എന്നാണ് ഇതിൽ ഏകദേശം പറയുന്നത്. ഓക്കെ.